Hi and welcome to the new video. So last video നമ്മൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സും അതിൻ്റെ ടൈപ്സും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർ നെക്സ്റ്റ് വൺ ഈസ് ദ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. അപ്പോൾ ഇതിൽ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ക്ലാസിഫിക്കേഷനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലില്ല, കുറച്ച് കാര്യങ്ങളേ വരുന്നുള്ളൂ, അത്രത്തോളം ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്തായിരിക്കും? എംപ്ലോയ്സ് എ ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ആസ് എൻ ആർ ക്വിഞ്ചിങ് മീഡിയം. ഹൈ പ്രഷറിലുള്ള എയർ ബ്ലാസ്റ്റ് ചെയ്യാണ്, എയർ ബ്ലാസ്റ്റ് കൊടുക്കുകയാണ്, അങ്ങോട്ട് അടിപ്പിക്കുകയാണ് കാറ്റ്, എയർ ബ്ലാസ്റ്റ്. അത് വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ ആർക്കിംഗ് ബൈ പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നത്. സോ ദ കോണ്ടാക്ട്സ് ആർ ഓപ്പൺ ഇൻ എ ഫ്ലോ ഓഫ് എയർ ബ്ലാസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഓപ്പണിംഗ് ഓഫ് ദ ബ്ലാസ്റ്റ് വാൾ. ഒരു ബ്ലാസ്റ്റ് വാൾവ് ഉണ്ടായിരിക്കും. ഈ ഒരു ഫോൾട്ട് വരുന്ന സമയത്ത് ആ ബ്ലാസ്റ്റ് വാൾവ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അവിടുന്ന് പെട്ടെന്ന് എയർ ബ്ലാസ്റ്റ് വരും. അത് ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ആ എയർ ബ്ലാസ്റ്റ് വന്നിട്ട് അതാണ് ദ എയർ ബ്ലാസ്റ്റ് കൂൾസ് ദ ആർക്ക് ആൻഡ് സ്വീപ്സ് അവേ ദ ആർക്കിംഗ് പ്രോഡക്ട്സ് ടു ദ atmosphere, and this rapidly increases the dielectric strength of the medium between the contacts and prevents it from re-establishing the arc, and consequently the arc is extinguished and flow of current is interrupted. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അവിടെ ഒരു ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ്, എയറിൻ്റെ ബ്ലാസ്റ്റ് വരികയാണ് ചെയ്യുന്നത് എപ്പോൾ ഈ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ. കാരണം അവിടുത്തെ വാൾവ് ഓപ്പൺ ആവും, ഈ ബ്ലാസ്റ്റ് വരും, ഈ ബ്ലാസ്റ്റ് ഇതിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കും, നമ്മളുടെ ഈ ആർക്കിൻ്റെ ഒപ്പം. അതിൻ്റെ ബൈ പ്രൊഡക്ഷൻ്റെ അവിടെ നിന്ന് റിമൂവ് ആക്കി അതിനെ എന്താ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് വരുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ആൻഡ് ദ അഡ്വാൻറ്റേജസ് ആർ റിസ്ക് ഓഫ് ഫയർ ഈസ് എലിമിനേറ്റഡ്. ഇവിടെ ഒരു ഫയർ റിസ്ക് ഒന്നും വരുന്നില്ല, ഓയിലല്ല ഉപയോഗിക്കുന്നത്. ആൻഡ് ആർക്കിംഗ് പ്രോഡക്ട്സ് ആർ കംപ്ലീറ്റ്ലി റിമൂവ്ഡ്, മൊത്തം അറ്റ്മോസ്ഫിയറിലേക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്, ഓയിലേക്ക് എടുക്കില്ല, അതേപോലെ അല്ല. ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഈസ് സോ റാപ്പിഡ് ദാറ്റ് ഫൈനൽ കോണ്ടാക്ട് ഗ്യാപ്പ് നീഡഡ് ഫോർ ആർക്ക് എക്സ്റ്റൻഷൻ ഈസ് വെരി സ്മോൾ. അപ്പോൾ ചെറിയ ലെങ്ത്തിൽ തന്നെ, ഡിസ്റ്റൻസിൽ തന്നെ ഫൈനൽ എക്സ്റ്റൻഷൻ നടക്കും. പക്ഷേ അതൊരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം, പിന്നീട് വരാം. സോ ദ ഗ്രോത്ത് ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഈസ് സോ റാപ്പിഡ് ദാറ്റ് ദ ഫൈനൽ കോണ്ടാക്ട് ഗ്യാപ്പ് നീഡഡ് ഫോർ ആർക്ക് എക്സ്റ്റൻഷൻ ഈസ് വെരി സ്മോൾ and the arcing time is very small due to the rapid buildup of dielectric strength between the contacts, and therefore the arc energy is only a fraction of total energy, fraction of the oil breakers, and thus resulting in less bursting of contact. അപ്പോൾ അതായത് മറ്റേൻ്റെ അത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല, അതുകൊണ്ട് തന്നെ ബേഴ്സ്റ്റിങ്ങും ഒക്കെ കുറവാണ്. ആൻഡ് ഡ്യൂ ടു ലെസ്സർ ആർക്ക് എനർജി the air blast circuit breakers are very suitable for conditions where frequent operation is required. ലെസ്സർ ആർക്ക് എനർജി ആണ് വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓപ്പറേഷൻ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളത് ഇതാണ്, എയർ ബ്ലാസ്റ്റ് ബ്രേക്കേഴ്സ് ആണ്. ആൻഡ് ദ എനർജി സപ്ലൈഡ് ഫോർ ആർക്ക് എക്സ്റ്റിങ്ഷൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ഹൈ പ്രഷർ എയർ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കറണ്ട് ടു ബി ഇൻറ്ററപ്റ്റ്. അപ്പോൾ മുന്നത്തെ കേസിൽ നമ്മളൊരു പ്രശ്നം പറയുന്നത് കറണ്ടിനനുസരിച്ചാണ് ആർക്ക് ഇൻറ്ററപ്ഷൻ വരുന്നത്. കാരണം അത് തന്നെ ആർക്ക് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ. കാരണം കൂടുതൽ കറണ്ട് ആകുമ്പോൾ കൂടുതൽ പ്രഷർ ഉണ്ടാകും, കുറഞ്ഞ കറണ്ട് ആകുമ്പോൾ കുറഞ്ഞ പ്രഷർ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവിടെ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ ആ പ്രശ്നമൊന്നും വരുന്നില്ല, കാരണം എയറിൻ്റെ പ്രഷറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാണ്ട് ആർക്കിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ കറണ്ടിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ ദർ ആർ സം ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെയായിരിക്കും? the air has relatively inferior arc extinction property. എയറിന് ഈ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കുറവാണ്. then the air blast circuit breakers are very sensitive to variations in the rate of rise of restriking voltage. RRVയുടെ ചേഞ്ചിന് പെട്ടെന്ന് അത് എന്താ എഫക്റ്റ് ചെയ്യും. പിന്നെ ഗ്യാപ്പ് ലെങ്ത് കുറവിലാണ് നിൽക്കാൻ പോകുന്നത്. ആൻഡ് കൺസിഡറബിൾ മെയിൻ്റെനൻസ് ഇസ് റിക്വയർഡ് ഫോർ ദ കംപ്രസർ പ്ലാന്റ് വിച്ച് സപ്ലൈസ് ദ എയർ ബ്ലാസ്റ്റ്. ആ എയർ ബ്ലാസ്റ്റ് കൊടുക്കുന്ന അതിൻ്റെ എന്താ കംപ്രസറിൻ്റെ പ്ലാന്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ ഫൈൻഡിങ് വൈഡ് ആപ്ലിക്കേഷൻ ഇൻ ഹൈ വോൾട്ടേജ് ഇൻസ്റ്റലേഷൻ. ഹൈ വോൾട്ടേജ് ഇൻസ്റ്റലേഷൻസിലാണ് അപ്പോൾ നമ്മൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് അധികം യൂസ് ചെയ്യുന്നത്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഫോർ വോൾട്ടേജസ് ബിയോണ്ട് 110 kV ആർ ഓഫ് ദിസ് ടൈപ്പ്. ബിയോണ്ട് 110 kV അപ്പോൾ എന്തായാലും എന്ത് തന്നെയായിരിക്കും? എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നതും കൂടി ഞാൻ പറയാം. ഫോഴ്സ്ഡ് എയർ ബ്ലാസ്റ്റ് ആണ് എങ്ങോട്ടാണ് വരുന്നത്? അത് നമ്മുടെ ബ്രേക്ക് ചെയ്യുന്ന, അതായത് ആർക്ക് ഫോം ചെയ്യുന്നിടത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആ ബ്ലാസ്റ്റ് ആണ് അവിടെ നിന്നുള്ള ബൈ പ്രൊഡക്ഷനൊക്കെ ഒഴിവാക്കി പെട്ടെന്ന് ഫാസ്റ്റ് ആക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ, സെപ്പറേഷനിൽ തന്നെ എക്സ്റ്റിങ്ഷൻ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ടൈപ്സ് ആണ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ എയർ ബ്ലാസ്റ്റ് ഇൻ റിലേഷൻ ടു ദ ആർക്ക്. എങ്ങനെയാണ് ഈ ആർക്കിനോട് ഈ ബ്ലാസ്റ്റ് വരുന്നത് എന്നുള്ള ബേസിൽ നമ്മളൊരു 3 ടൈപ്പ് പറയാം.
അപ്പോൾ ഇതൊന്ന് ഓരോന്ന് കാണാം. ഇത് എലോങ് ദ ആർക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിനെ ആക്സിയൽ ബ്ലാസ്റ്റ് എന്നാണ് പറയുക, എലോങ് ദ ആക്സിസ് ഇൻ വിച്ച് ദ എയർ ബ്ലാസ്റ്റ് ഈസ് ഡയറക്റ്റഡ് എലോങ് ദ ആർക്ക് പാത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്താ പറയുക, ആക്സിയൽ ബ്ലാസ്റ്റ് ടൈപ്പ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്രോസ് ആയിട്ടാണ് പോകുന്നത്. ഇതിന് ക്രോസ് ആയിട്ടാണ് ബ്ലാസ്റ്റ് അടിക്കുന്നത് ആർക്കിൻ്റെ. അപ്പോൾ ക്രോസ് ബ്ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയും, ഇൻ വിച്ച് ദ എയർ ബ്ലാസ്റ്റ് ഈസ് ഡയറക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആർക്ക് പാത്ത്. ആൻഡ് ദെൻ ഫൈനലി ഈസ് ദ റേഡിയൽ ബ്ലാസ്റ്റ് ടൈപ്പ്. റേഡിയൽ ആയിട്ടാണ് ഇതിൽ ബ്ലാസ്റ്റ് അടിക്കുന്നത്. ഇങ്ങനെ, അതായത് ഫിക്സഡ് മൂവിങ് കോണ്ടാക്ട് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് റേഡിയൽ ആയിട്ടാണ് വരുന്നത്. ഇതിൽ എലോങ് ആയിരുന്നു, ഇതിന് ക്രോസ് ആയിരുന്നു, ഇതിൽ റേഡിയൽ ആയിരുന്നു. അപ്പോൾ അങ്ങനെ 3 ടൈപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമുക്ക് ആ എയർ ബ്ലാസ്റ്റ്, ആക്സിയൽ ബ്ലാസ്റ്റും ക്രോസ് ബ്ലാസ്റ്റും ജസ്റ്റ് ഒന്ന് അതിൻ്റെ കേസുകൾ നോക്കാം. സോ ഫസ്റ്റ് ഈസ് ദ ആക്സിയൽ ബ്ലാസ്റ്റ് എയർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട്, ഇതാണ് നമ്മുടെ ചേംബർ, ആർക്കിംഗ് ചേംബർ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫിക്സർ കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും നിൽക്കുന്നത്. മൂവിങ് കോണ്ടാക്ട് ഈസ് കണക്റ്റഡ് ത്രൂ സം പിസ്റ്റൺ ആൻഡ് ക്ലോസിംഗ് സ്പ്രിംഗ് അറേഞ്ച്മെൻറ്റ്. ആൻഡ് ഇവിടെ ഒരു 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 സീരീസ് ഐസൊലേറ്ററും കൂടിയും വെച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ഇതിനൊന്ന് ബ്രേക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നോർമലായിട്ട് ബ്രേക്കിംഗ് വരുമ്പോൾ ചെറിയൊരു ക്ലിയറൻസിൽ തന്നെ എന്ത് സംഭവിക്കുകയാണ്, നമ്മൾ ബ്രേക്കിംഗ് നടക്കണം. അപ്പോൾ അവിടെ ചിലപ്പോൾ റീസ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സീരീസ് ഐസൊലേറ്ററും കൂടി ഇവിടെ വെച്ചിരിക്കുന്നു. ഓക്കെ. ആൻഡ് എയർ റിസർവോയർ, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം. ത്രൂ ആൻ എയർ വോൾ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ആർക്കിംഗ് ചേംബർ. ആർക്കിംഗ് ചേംബറിലേക്ക് എയർ വാൾവ് വഴി നമ്മൾ എയർ റിസർവോയർ കണക്ട് ചെയ്യും. നോർമൽ കണ്ടീഷൻസിൽ ഈ വാൾവ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സെൻസ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആവും, നമ്മുടെ ബ്ലാസ്റ്റ് ഇങ്ങോട്ട് വരും. അതെങ്ങനെ പോകുന്ന, ഇതിൻ്റെ ആക്സിയൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആക്സിയൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ജസ്റ്റ് വായിച്ചു പോകാം. The fixer and moving contacts are held in the closed positions by spring pressure under normal conditions, and the air reservoir is connected to the arcing chamber through an air valve. സോ എയർ വാൾവ് വഴിയാണ് ആർക്കിംഗ് ചേംബറിലേക്ക് നമ്മൾ എയർ റിസർവോയർ കണക്റ്റഡ് ആയി കിടക്കുന്നത്. ആൻഡ് ദിസ് വാൾ റിമൈൻസ് ക്ലോസ്ഡ് അണ്ടർ നോർമൽ കണ്ടീഷൻ ബട്ട് ഓപ്പൺസ് ഓട്ടോമാറ്റിക്കലി ബൈ ദ ട്രിപ്പിംഗ് ഇമ്പൾസ് വെൻ എ ഫോൾട്ട് ഒക്കേഴ്സ് ഓൺ ദ സിസ്റ്റം. സോ ഓട്ടോമാറ്റിക്കലായിട്ടാണ് അത് വാൾവ് ഓപ്പൺ ആവുന്നത്. ആൻഡ് വെൻ എ ഫോൾട്ട് ഒക്കേഴ്സ് ദ ട്രിപ്പിംഗ് ഇമ്പൾസസ് കോസസ് ദ ഓപ്പണിംഗ് ഓഫ് ദ എയർ വാൾവ് വിച്ച് കണക്ട്സ് ദ സർക്യൂട്ട് ബ്രേക്കർ റിസർവോയർ ടു ദ ആർക്കിംഗ് ചേംബർ. So the air reservoir is connected to the arcing chamber, and the high pressure air entering the arcing chamber pushes away the moving contact against the spring pressure. അപ്പോൾ ഈ മൂവിങ് കോണ്ടാക്ട് കൂടെ നമ്മൾ പുഷ് ചെയ്യുന്നു അഗെയിൻസ്റ്റ് ദ സ്പ്രിംഗ് പ്രഷർ ആണെങ്കിലും അത് എന്താ, ഈ ഫോഴ്സ്ഡ് ബ്ലാസ്റ്റിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. And the moving contact is separated and an arc is struck, and at the same time high pressure air blast flows along the arc and takes away the ionized gas along with. ഇപ്പോൾ ഇവിടുന്ന് ഹൈ സ്ട്രോങ് പ്രഷറിലുള്ള ഹൈ സ്പീഡിലുള്ള എന്ത് പോയിന്റ് ബ്ലാസ്റ്റ് അങ്ങോട്ട് പോയിട്ടിരിക്കുക. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആർക്കിൻ്റെ അയണൈസ്ഡ് പാർട്ടിക്കിൾസിനും കൂടിയും അത് അങ്ങോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകും. കോൺസിക്വൻ്റ്ലി ദ ആർക്ക് ഈസ് എക്സ്റ്റിങ്ക്വിഷ്ഡ് ആൻഡ് കറന്റ് ഫ്ലോ ഈസ് ഇൻറ്ററപ്റ്റഡ്, ആൻഡ് ദ കോണ്ടാക്ട് സെപ്പറേഷൻ ഫോർ ഇൻറ്ററപ്ഷൻ ഈസ് ജനറലി വെരി സ്മോൾ, 1.75 centimeter or so, and such a small gap may constitute inadequate clearance for the normal service voltage. ഇപ്പോൾ നോർമൽ സർവീസ് വോൾട്ടേജിൻ്റെ ഒരു കേസിൽ നമുക്കത് അത്രത്തോളം വല്ലാത്തൊരു ക്ലിയറൻസ് ആയിട്ട് വരുന്നില്ല. അപ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്, an isolating switch is incorporated as part of this type of circuit breaker. This switch opens immediately after fault interruption to provide necessary clearance for installation. ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ സീരീസ് ഐസൊലേറ്റർ കൂടി വെച്ചിട്ട് അതുകൊണ്ട് ഓപ്പൺ ആകും ഇപ്പോൾ ഈ എക്സ്റ്റൻഷൻ നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ആക്സിയൽ ബ്ലാസ്റ്റ് എയർ സർക്യൂട്ട് ബ്രേക്കർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ഇപ്പോൾ ആക്സിയൽ ബ്ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസ് ബ്ലാസ്റ്റ് എയർ സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമ്മളുടെ കോണ്ടാക്ട്സും മൂവിങ് കോണ്ടാക്ട്സും ഫിക്സർ കോണ്ടാക്റ്റും ആണ്. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവും. നമ്മളിവിടെ ക്രോസ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, എയർ ഫ്ലോ വരുന്നത്. ഇവിടെ ആർക്ക് സ്പ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദ എയർ ബ്ലാസ്റ്റ് ഈസ് ഡയറക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആർക്ക്, ആൻഡ് ദ ക്രോസ് ബ്ലാസ്റ്റ് ലെങ്തൻസ് ആൻഡ് ഫോഴ്സസ് ദ ആർക്ക് ഇൻ ടു എ സ്യൂട്ടബിൾ ഷൂട്ട് ഫോർ ആർക്ക് എക്സ്റ്റൻഷൻ. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ട് ഇവിടെ സ്ലോപ്പ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക. അതാണ് ഷൂട്ട് എന്ന് പറയുന്നത്. സ്ലോപ്പായിട്ട് കുറച്ച് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ആർക്ക് ഏതെങ്കിലും ഒരു വഴിക്ക് ഇത് ഇവിടെ നിന്ന് തള്ളി പറഞ്ഞയക്കും. അതാണ് അവിടുന്ന് സംഭവിക്കുന്നത്. ആൻഡ് വെൻ ദ മൂവിങ് കോണ്ടാക്ട് ഈസ് വിത്ഡ്രോൺ, an arc is struck between the fixer and moving contacts. The high pressure closed blast forces the arc into a chute consisting of arc splitters and baffles. ഇവിടെ ആർക്ക് സ്പ്ലിറ്റേഴ്സും ബാഫിൾസും ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതായത് ബാഫിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റിംഗ് ആയിട്ടുള്ള വെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുവഴി അങ്ങോട്ട് പൊക്കോളും.
and the splitters serve to increase the length of the arc and baffles give improved cooling. This result is that arc is extinguished and flow of current is interrupted. So arc extinguish ഇത് current interruption നടക്കും. Since the blast pressure is the same for all currents, the inefficiency at low currents is eliminated. ഇപ്പോൾ ഇവിടെ ലോ കറണ്ടിന്റെ ഒരു എന്താ മുന്നത്തെ ബ്രേക്കിങ്ങിന്റെ പ്രശ്നമൊന്നും കൂടെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കറണ്ട് ആയാലും സെയിം പ്രഷർ തന്നെ ക്രോസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനൽ ഗ്യാപ്പ് ഫോർ ഇൻട്രപ്ഷൻ ഈസ് ഗ്രേറ്റ് ഇനഫ് to give normal insulation clearance so that series isolation switch is not necessary. ഇപ്പോൾ മറ്റേ പോലെ ആക്സിലിൻ്റെ പോലെ ഇവിടെ ഒരു സീരീസ് ഐസൊലേഷൻ സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അത്യാവശ്യം ലെങ്ത്തിൽ ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇവർ കോൺടാക്റ്റുകൾ അത്യാവശ്യം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബ്രേക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അഡീഷണൽ സീരീസ് ഐസൊലേറ്റിംഗ് സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ വരുന്നത്.